ഇന്ന് ക്രിസ്മസ് ഒക്കെ ആണല്ലോ, അപ്പോൾ ഒരു ഡക്ക് റോസ്റ്റ് കണ്ടു നോക്കാം. അതിനായി ഒരു ഡക്കാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഒരു ടീസ്പൂൺ വിനീഗറും എടുത്ത് നന്നായി ഇളക്കി മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സബോള സ്ലൈസ് ചെയ്ത് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് 2 പട്ടയും 2 ഗ്രാമ്പുവും 2 ഏലക്കയും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകവും പെരുംജീരകവും ഇട്ട് കൊടുക്കണം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും 1 കപ്പ് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ബ്രൗൺ നിറമാകുന്നതുവരെ വഴറ്റിയെടുക്കണം. ഇതൊരു അരപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്ത് പച്ചമണം മാറുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത ഡക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഇങ്ങനെ ഇളക്കിയ ഡക്കിലേക്ക് ഒരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് അതിലേക്ക് ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന സബോളയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വേവുന്നത് വരെ ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കണം. ഡക്ക് വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വേവിക്കാവുന്നതാണ്. ഇങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഒരു നാളികേരത്തിൻ്റെ തൻപാലെടുത്ത് 1/2 ഗ്ലാസ് ഒഴിച്ച് അതിലേക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സബോളയും ഇട്ട് കൊടുത്ത് ഒന്ന് വെറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.